നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷി എന്നിൽ നിന്ന് തട്ടിപ്പറിക്കരുത്. ഋഷി എനിക്ക് നഷ്ടപ്പെട്ട ഇന്ന് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. സകല ദൈവങ്ങളാണ് സത്യം. ഇദ്ദേഹത്തെ അറിയോ? ഇദ്ദേഹമാണ് ജോത്സർ വിശ്വംഭര പണിക്കർ. ദൈവമായിട്ടോ ഇദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. ആന്റിയും ആന്റിയുടെ മോളും കൂടി എന്നോട് കാണിച്ചതേ വലിയ ചതിയാ. ഈശ്വരന് പോലും പൊറുക്കാൻ പറ്റാത്ത മഹാപാപം. അല്ല, ഈ കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടും ചേർന്ന് ഇദ്ദേഹത്തെ കൊണ്ട് ഗോപികയുടെ പേരിൽ കള്ളജാതകം എഴുതിച്ചു അല്ലേ? ചോദിച്ചു കേട്ടില്ലേ? എന്റെ അനിയത്തി ആരെ വിവാഹം കഴിച്ചാലും അവളെ വിവാഹം കഴിക്കുന്ന ആള് ജീവിച്ചിരിക്കില്ല എന്ന ദോഷം ജാതകത്തിൽ വരുത്തി തീർത്ത് അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി? നിങ്ങൾക്കത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നിഷേധിക്കാനാവോ? എന്താ രണ്ടാളൊന്നും മിണ്ടാത്തെ? നാവിറങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞില്ലേ ദൈവാനുഗ്രഹം. അതൊന്നുകൊണ്ട് മാത്രം ഞാനായിട്ട് ശ്രമിക്കാതെ തന്നെ എല്ലാ സത്യങ്ങളും ഈ വിവാഹ ദിവസം തന്നെ ഞാൻ അറിഞ്ഞത്. ആന്റി, അഞ്ജിതേ, എന്തിനാ നിങ്ങൾ ഈ ചതി കാണിച്ചത്? ഞാനും ഗോപിക നിങ്ങൾക്ക് ഉപകാരങ്ങൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? അതെന്താ നിങ്ങൾ ഓർക്കാത്തെ? പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്റെ അനിയത്തെ ചതിക്കാൻ നിങ്ങൾക്കൊപ്പം കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങളുടെ താല്പര്യങ്ങളെക്കാളും ഞാനും ഗോപികയും ഇന്നും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമായിരുന്നു. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? എന്താ ആന്റി കാണിക്കുന്നേ? മോളെ, മോൾ എന്നോട് ക്ഷമിക്കണം. മോള് പറഞ്ഞതെല്ലാം ശരിയാ. ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ട് ഗോപികയുടെ പേരിൽ ഒരു ജാതകം എഴുതിപ്പിച്ചതിന് പിന്നില് ഒരു കാരണമുണ്ട് മോളെ. അത് നീ അറിയണം. നിന്റെ അനിയത്തി ഗോപിക നല്ലതുപോലെ പഠിച്ച കുട്ടിയാ. മാത്രമല്ല അവക്ക് നല്ല ജോലിയും ഉണ്ട്. പക്ഷെ ഇവളോ അഞ്ജിതയോ? എന്റെ മോക്ക് എന്താ ഉള്ള? ഗോപികയെ പോലെ മിടുക്കുണ്ടോ? ഒരു ജോലിയുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള ഇവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ ഏതെങ്കിലും ഒരു പണക്കാരുടെ കുടുംബത്തിലേക്ക് ഇവളെ കെട്ടിച്ചു വിടണം. ഋഷിക്കാണെങ്കിൽ ആവശ്യത്തിലധികം പണവും ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളും ഉണ്ട്. ഋഷിയായിട്ട് ഇവളുടെ വിവാഹം നടന്ന ഇവളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. അതോർത്ത് മാത്രം ഞാനിങ്ങനെ ചെയ്ത. എന്റെ മോളോടുള്ള സ്വാർത്ഥത കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയി. മോള് മാപ്പാക്കണം. ചേച്ചി, രക്ഷിക്കണം ചേച്ചി. എന്റെ ജീവിതം നശിപ്പിക്കരുത്. അഞ്ജിത, എഴുന്നേൽക്കാനാ ഞാൻ പറഞ്ഞത്. ചേച്ചി, ചേച്ചി എനിക്ക് ഋഷി എന്ന് വെച്ച ജീവന.
അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി ആത്മഹത്യക്ക് പോലും ശ്രമിച്ചത്. അമ്മ, ഋഷിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ വേർപിരിക്കരുത്. ഋഷി എന്നിൽ നിന്ന് തട്ടിപ്പറിക്കരുത്. ഋഷി എനിക്ക് നഷ്ടപ്പെട്ട ഇന്ന് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. സകല ദൈവങ്ങളാണ് സത്യം. ഋഷി ഇല്ലാതെ നിനക്ക് ജീവിക്കാനാകുന്നില്ലെങ്കിൽ നീ ചാകുന്നത് തന്നെയാ നല്ലത്. അന്ന് നീ കെട്ടി തൂങ്ങി ചാകാൻ പോയപ്പോ നിന്നെ തടയാൻ പാടില്ലായിരുന്നു, നിന്നെ രക്ഷപ്പെടുത്താൻ പാടില്ലായിരുന്നു. നീ ചത്തു തൊലയിട്ടെന്ന് കരുതണമായിരുന്നു. എങ്കിൽ എനിക്ക് ഈ പാവം ദേവിക മോളെ ഗോപികയെ ചതിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തിയ. നീ കാരണം എനിക്ക് ഗതി വന്നെ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ഗോപികയുടെ ജാതകം തിരുത്തിയത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അതിന് ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. മോളെ, സത്യത്തിൽ ഞാനിപ്പോ വലിയ ധർമ്മസങ്കടത്തിലായി. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാരണം ആരുടെ ശവം ഇവിടെ വീഴണ്ട. നിങ്ങൾ എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാനായിട്ട് അഞ്ജിതയുടെ ആഗ്രഹത്തിന് വിലങ്ങുതടി ആവുന്നില്ല. ഇതിനു മുൻപ് മുടങ്ങേണ്ടിയിരുന്ന ഈ കല്യാണം വളരെ പ്രയാസപ്പെട്ട ഞാൻ ശരിയാക്കി കൊണ്ടുവന്നത്. ഞാൻ തന്നെ ഇത് മുടക്കാൻ നിൽക്കുന്നില്ല. ജോത്സരെ, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഇനിമേൽ ഇതുപോലൊരു ചതി ഒരാളോട് പോലും കാണിക്കരുത്. സ്വന്തം മനസാക്ഷിയെങ്കിലും വഞ്ചിക്കരുത്. മുഹൂർത്തമായി കതിർ മണ്ഡപത്തിലേക്ക് പോവാൻ നോക്ക്. കുഴപ്പമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.